ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് കടക്കാം. ഇന്ന് പതിവ് പോലെ യാനിൻ്റെ ആ ഒരു കോളേജ് ലൈഫാണ് കാണിക്കുന്നത്. യാന് ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഇഫാനെ കോൾ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ഇഫാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവന് വിഷ് ചെയ്യാം എന്ന ഒരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അവൾക്ക് വിളിക്കുകയാണ്. എന്നാൽ ഒരുപാട് കാലമായിട്ടുണ്ടല്ലോ വിളിച്ചത്, എന്നാൽ ഇവൻ്റെ കോള് അങ്ങോട്ട് റിങ് ആകുന്നതേ ഇല്ല, അങ്ങനത്തെ ഒരു നമ്പറേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ ഇവൻക്ക് മനസ്സിലായി. അത്രത്തോളം ഇവൻ്റെ അടുത്ത് നിന്നും അവൾ അകന്നു പോയിട്ടുണ്ടെന്ന് ഇവന് മനസ്സിലാക്കുന്നു. ഇവൻക്ക് ഭയങ്കര വിഷമിച്ചിട്ട് ഇവനിങ്ങനെ അതും ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്രണ്ട് ഇവനിങ്ങനെ ലൈറ്റും കത്തിച്ചിരിക്കുന്നത് കണ്ടിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു. എന്നാൽ അവനൊന്നും പറയുന്നില്ല, മറിച്ച് ഇവനും ആ ഒരു ഫോൺ ഒഴിവാക്കുകയാണ്. ഇവളുടെ അടുത്തോട്ട് ഇവന് കാണാൻ വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് പോയത് ആ ഒരു ടിക്കറ്റ് ഉണ്ടല്ലോ, ട്രെയിൻ ടിക്കറ്റ്, ആ ടിക്കറ്റ് എല്ലാം ഇവന് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ഇവൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു പഴയ സിമ്മുള്ള ആ ഫോണും ഇവന് ഉപേക്ഷിക്കുകയാണ്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇന്ന് ഇഫാന് അവൾ ഓഫീസിലോട്ട് രാവിലെ ജോലിക്ക് വേണ്ടി വന്നതാണ്. എന്നാൽ അപ്പോഴാണ് അവിടെ ഒരു ഗോസിപ്പ് നടക്കുന്നത്. ബാക്കിയുള്ള അവളുടെ കൊളീഗ്സ് എല്ലാവരും കൂടെ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. ഒരാളുടെ ബോയ് ഫ്രണ്ട് തിരിച്ചു വന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ പ്രഗ്നൻ്റ് ആയിക്കൊണ്ടിരുന്ന അവളുടെ കൊളീഗിന് പെട്ടെന്ന് ഒരു ലേബർ പെയിൻ വരുന്നു. അവൾ ഭയങ്കരമായിട്ട് ടെൻഷനാകും. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരോടും ഹോസ്പിറ്റലിൽ വിളിക്കാൻ വേണ്ടി പറയുന്നു. ആകെ വെപ്രാളം പിടിച്ചുകൊണ്ട് ഡോക്ടറിനെ വിളിക്കുന്നു. പിന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നേരെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. എന്നിട്ട് അവളെ നേരെ ലേബർ റൂമിലോട്ട് കയറ്റി. എന്നാൽ പിന്നാലെ ഡോക്ടർ വന്നിട്ട് പറയും ഇവളുടെ ഹസ്ബൻഡ് ആരാണെന്ന്. എന്നാൽ ഇവൾക്ക് ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ല, അതായത് ഇവൾ ആക്ച്വലി കല്യാണം കഴിച്ചിട്ടില്ല. ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായതാണ് ഈ കുട്ടി. എന്നാൽ അയാൾ ഇവൾ പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഇവളുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുണ്ട്. ഇവളാണെങ്കിൽ അത് അറിയിച്ചിട്ടുമില്ല. അങ്ങനെ ഇവൾ തനിയെ ആ കുട്ടിനെ അങ്ങനെ വളർത്താനായിരുന്നു പ്ലാന്. എന്നാൽ ഇവർക്കും ആ ഒരു കാര്യം അറിയാം, പക്ഷെ ആരാണ് ഇവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് എന്നൊന്നും അറിയില്ല. ഡോക്ടറാണെങ്കിൽ പറയുന്നുണ്ട് അവൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, അപ്പോൾ മേ ബി അവർക്ക് സി സെക്ഷൻ്റെ ആവശ്യമുണ്ടാകും, അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾ സൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നു. എന്നിൽ അപ്പോഴാണ് അങ്ങോട്ട് വേറൊരു പയ്യൻ ഓടി വരുന്നത്. അവർ ഈ വിവരം അറിഞ്ഞിട്ട് ഇവളെ ഈ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞിട്ട് ഭയങ്കര വറീഡായിക്കൊണ്ടാണ് ഓടി വരുന്നത്. ഇവൻ അപ്പോൾ ഒരു കുമ്പസാരം നടത്തുകയാണ്. അതായത് ഇവനിക്ക് ഇവളെ ഒരുപാട് കാലമായിട്ട് ഇഷ്ടമുണ്ട്. ഇവന് ഒരുപാട് കാലമായിട്ട് ഇവളോട് അത് പറയുന്നുണ്ട്. പക്ഷേ ഇവൾ ഓൾറെഡി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവനെ അവോയ്ഡ് ചെയ്ത് നടക്കുകയായിരുന്നു. ഇവനക്ക് അറിയാം ആക്ച്വലി ഇവൾ ഇങ്ങനെ ഒരു അച്ഛനില്ലാത്ത കുട്ടിയാണ് പ്രഗ്നൻ്റ് ആയിട്ട് നടക്കുന്നത് എന്നൊക്കെ അറിയാമായിരുന്നു. എന്നിട്ട് അവന് പറയും എനിക്ക് അവളെ അത്രയ്ക്കും ഇഷ്ടമാണ്, അവളുടെ കുട്ടി ഒരിക്കലും അനാഥയല്ല, ഞാൻ അവരെ പൊന്നു പോലെ നോക്കിക്കോളാം, എൻ്റെ കുട്ടീനെ പോലെ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെല്ലാവർക്കും കൂടെ അവരൊരു പ്രോമിസ് കൊടുക്കുകയാണ്. അങ്ങനെ അവന് തന്നെയാണ് ഫാദർ എന്നും പറഞ്ഞിട്ട് ഇവരെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാകും അത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവൻ തന്നെ സൈൻ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവളെ റൂമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവളെയും കൊണ്ട് വരുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ഇവളെ കാണുന്നത്. എന്നിട്ട് നേരെ ഇവനെ കയ്യും പിടിച്ചുകൊണ്ട് എന്നിട്ട് അവളെ അത്രയ്ക്കും ഇഷ്ടമാണ്, അവളുടെ കുട്ടീനെ തൻ്റെ കുട്ടിയെ പോലെ വളർത്തിക്കോളാം, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഒരുപാട് പ്രോമിസുകൾ കൊടുക്കുകയാണ്. എന്നാൽ അതൊക്കെ കണ്ടപ്പോൾ ഇവൾക്കും ഭയങ്കര സന്തോഷമായി. ഇത്രയും കാലം അവനെ അവോയ്ഡ് ചെയ്തിരുന്ന അവൾ ഇത്രക്കും അവൻക്ക് അവളെ ഇഷ്ടമാണ് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് അവളെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ അവർ ഒരു പുതിയ കപ്പിൾസായിട്ട് രൂപപ്പെടുകയാണ്. എന്നാൽ ഇതെല്ലാം ഇവിടെ ഇഫാന് കാണുന്നുണ്ട്. എന്നാൽ അവൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയക്കുകയാണ്, അവളുടെ ആ ഒരു കൊളീഗുടെ ഡെലിവറി കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് ബേബി ഗേൾ ആണെന്നും പറയുന്നുണ്ട്. അതിൽ അവന് റിപ്ലൈ കൊടുക്കും കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ അവനൊന്ന് ജസ്റ്റ് അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് ഇവൾ അടുത്തത് ടൈപ്പ് ചെയ്യും ലൈഫ് ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന്. അതായത് ഇവളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അവളുടെ ലൈഫിലോട്ട് ഒരു പുതിയ പുതിയ അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഭയങ്കര ടയേർഡായിട്ട് വീട്ടിലോട്ട് വരികയാണ്. എന്നാൽ ഒരുപാട് ലേറ്റുമായിട്ടുണ്ട് കേട്ടോ അവൾ വന്നപ്പോഴേക്കും. എന്നാൽ ഞാൻ ഇവിടെ ഉറങ്ങിയിട്ടില്ല. അവന് ബാത്റൂമിൽ നിന്നും ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയാണ്. അതിൽ ഇവനെ കണ്ടപ്പോൾ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനില്ലെന്ന് പറയും. എന്നിട്ട് പറയും ഫ്രിഡ്ജിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, അതൊന്ന് നീ എനിക്ക് എടുത്തു തരൂ എന്ന് പറയുന്നു. അതിൽ അവൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ അപ്പം യാനി ഇവൾ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ബോക്സ് എടുത്ത് വരുന്ന ഇവളെ പെട്ടെന്നൊന്നും അറിയാത്തതുപോലെ ഇവൻ സോഫയിൽ വന്നങ്ങോട്ട് ഇരിക്കുന്നു. ഇവളാണെങ്കിൽ ആ ബോക്സ് ഇവനക്ക് കൊടുത്തിട്ട് അവൾ കിടക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ പറയും നീ ഇതെൻ്റെ കൂടെ കഴിക്കുമോ എന്ന് ചോദിക്കും. അതിൽ അവളൊന്ന് സംശയിച്ചുകൊണ്ട് പിന്നെ ഇവൻ വിളിച്ചതല്ലേ, ഏതായാലും അവളും വന്നിട്ട് ആ ബോക്സ് തുറക്കുമ്പോൾ അതൊരു അടിപൊളി കേക്കാണ്. അതായത് ഇന്ന് ഇവളുടെ ബർത്ത്ഡേ ആണ്. ഇവൻക്ക് നന്നായിട്ട് അറിയാം
ഇവന് ആ ഡേറ്റും കാര്യങ്ങളൊന്നും മറന്നിട്ടില്ല. അങ്ങനെ ഇവൾക്കൊരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. സ്ട്രോബെറി കേക്ക് ഇവളുടെ ഫേവററ്റ് ആണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, നീ ഇത് എനിക്കും വേണ്ടി മേടിച്ചതാണോ എന്ന്. അതിലവന് പെട്ടെന്ന് പറയും, ഏയ് നിനക്കൊന്നുമല്ല, ഞാൻ എനിക്ക് വേണ്ടിച്ചതാണെന്ന്. എന്നാൽ ഇവൾക്ക് അറിയാം അത് അവൾക്ക് വേണ്ടി തന്നെയാണെന്ന്. പണ്ട് സ്കൂൾ ടൈമിലും ഇവളുടെ ഫേവററ്റ് കേക്കാണ് ഇത് എന്ന് അവൻ അറിഞ്ഞതിന് ശേഷം പലവട്ടമായിട്ട് ഇവൾക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഇവനോട് പറയും, ഈ കേക്ക് മേടിച്ച് തന്നതിന് താങ്ക്സ്, പിന്നെ അവളുടെ ബർത്ത്ഡേ ഓർമ്മിച്ചതിനും താങ്ക്സ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പിന്നെ അവൾ ഒരു പിക്സൊക്കെ എടുക്കുന്നുണ്ട്, കേക്ക് ഇവനെ കൊണ്ട് പിടിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുക്കുകയാണ്. പിന്നെ അവനോട് പറയും, എന്നാൽ കേക്ക് കട്ട് ചെയ്യല്ലേ. എന്നിട്ട് അവൾ തന്നെ ഒരു കാര്യം വിഷ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു പ്രാർത്ഥിക്കുകയാണ്. അവളുടെ പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുകയല്ലേ. അവൾ ഒരുപാട് നേരം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ അവളുടെ അച്ഛൻ്റെ കൂടെയുള്ള ആ ഒരു ബർത്ത്ഡേയും അവൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഇനി എന്താ പ്രാർത്ഥിച്ചതെന്ന്. അതിൽ ഇവൾ പറയും, അതിപ്പോൾ പറയാൻ പറ്റില്ല, അത് പറഞ്ഞ ആ ഒരു കാര്യം നടക്കില്ലെന്ന് പറയുന്നു. അതിൽ ഞാൻ പെട്ടെന്ന് പറയും, നീ എന്നോട് പറയാതെ ഞാൻ എങ്ങനെ അതാ നിനക്ക് നിറവേറ്റി തരിക എന്ന്. അത് കേട്ടതും ഇവരൊന്ന് ഞെട്ടുകയാണ്. കാരണം ഇവളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത് തന്നെ എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. എന്നിട്ട് അവൾ ഒരു കള്ളം പറയും, ഞാൻ എൻ്റെ വർക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിച്ചതെന്ന്. അതിൽ ഇവന് പറയും, ഓഹോ, ഞാൻ വിചാരിച്ചു നിനക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ ആവശ്യമുണ്ട് എന്ന കാര്യമാണെന്ന്. അതിൽ ഇവൾ ഒന്നുകൂടെ ഞെട്ടുകയാണ്. അതായത് ഇവളുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റി തരാമെന്ന് ഇവൻ പറഞ്ഞതും ഒരു ബോയ് ഫ്രണ്ടിനെയാണ് ആഗ്രഹമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞതും എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ ഇവളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയല്ലേ എന്ന് അവൾക്കൊരു തോന്നുന്നു. എന്നിട്ട് അവൾ വേഗം ആ ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലെല്ലാം ഇവിടെ ഞാൻ ഇവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് ഇനി ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, നാളെ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടെ എടുത്ത് പോകുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇവളെ വീണ്ടും പിടിച്ച് നിർത്തിയിട്ട്, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ആ ഷെൽഫിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവൾക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നാലും അവൾ അത് അങ്ങോട്ട് പുറത്ത് കാണിക്കുന്നില്ല. എന്തായാലും അവൾ ആ ഒരു ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഞാനും അവളുടെ കൂടെ വരും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ തല അങ്ങോട്ട് തലോടിയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയാണ്. എന്നാൽ അവൻ്റെ പെട്ടെന്നുള്ള ആ ഒരു റിയാക്ഷൻ കണ്ടതും ഇവൾ ആകെ ഒന്ന് ഷോക്കാക്കും. എന്നിട്ട് നേരെ അവൻ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇവളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇനി റൂമിലെത്തിയ ഇവനും ആ ഒരു കാര്യം ഇപ്പം നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഭയങ്കര റൊമാൻറ്റിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലോട്ടാണ് ഹോനി വിളിക്കുന്നത്. ഹോനാണെങ്കിൽ അവൻ്റെ ആ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ, അപ്പൂപ്പൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആ നായ്ക്കുട്ടി, അത് മരിച്ച കാര്യമെല്ലാം ഇവിടെ യാനോട് പറയുന്നു. യാനും അറിയാം അവരും ഈ നായ്ക്കുട്ടിയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്ന്. എന്നിട്ട് അവനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവർ സംസാരിച്ച് ഒരു ലവ് മാറ്ററിലെത്തുന്നു. അതിൽ ഹോൻ ഒരു കാര്യം പറയുകയാണ്, അവൻക്ക് ഒരാളോട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ഞാനത് കേട്ടിട്ട് അവനെ കളിയാക്കിയാണ്. കാരണം ഇവനിക്ക് ഇങ്ങനെ ഓരോ വർഷം ഓരോന്ന് എന്ന രീതിയിലാണ്. ഇവൻ പറയും, അതിപ്പോൾ പുത്തരിയൊന്നുമല്ലല്ലോ, ഈ പ്രാവശ്യം ആരാ എന്ന് ചോദിക്കുമ്പോൾ അവന് പറയും, ഇവനെ കളിയാക്കണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവന് പറയും, നീ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്, പഴയ പോലെയൊന്നുമല്ല, ഞാൻ ഭയങ്കര സീരിയസ് ആണ് എന്നൊക്കെ പറയുന്നു. പിന്നെ ഞാനും ഇപ്പോൾ നിൻ്റെ ആ ഒരു സിറ്റുവേഷനിലാണ്. അതായത് എനിക്കിഷ്ടപ്പെട്ട ആളോട് എനിക്ക് പറയാൻ ഭയങ്കര പേടി. അവളെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയാനുള്ളതെല്ലാം മറന്നു പോകുന്നു. പിന്നെ അത് മാത്രവുമല്ല, എങ്ങാനും അവളോട് ഞാൻ പറഞ്ഞിട്ട് അവൾക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും എനിക്കുണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. നമ്മുടെ ബെസ്റ്റിനെ പറ്റിയാണ് കേട്ടോ ഈ പറയുന്നത്. എന്നിട്ട് അവനോട് പറയും, നീ നാളെ ഫ്രീ ആണോ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് നേരിട്ട് നിന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഒട്ടും ടൈമില്ല, പിന്നെ ഞാൻ വളക്കാൻ നോക്കുന്ന ആളുണ്ടല്ലോ, അവൾ ചെറുതായിട്ട് വളയുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ എനിക്ക് നിൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ തീരെ സമയമില്ല, എൻ്റെ സമയങ്ങളെല്ലാം വളരെ അമൂല്യമാണ് എന്നൊക്കെ പറയുന്നു. അത് കേട്ടതും ഹോന് ചെറുതായിട്ടൊരു ദേഷ്യം വരും. എന്നിട്ട് ഒരുപാട് പരിഭവം പറയും. എന്നാൽ അതേസമയം മറ്റേ റൂമിൽ ഇഫാന് അവളുടെ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കിയാണ്. അത് ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ്. അതായത് അതിന്മേൽ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്നും കൂടി എഴുതിയിട്ടുണ്ടാകും. സ്കൂൾ ടൈമിൽ ഇവരുടെ ആ ഒരു ദിവസമുണ്ടല്ലോ, ഇവർ ഫസ്റ്റ് സ്കൂളിലോട്ട് വന്ന് എന്നിട്ട് അവർ ഓരോരുത്തരും അവരവരെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബാക്കിയുള്ളവർക്ക്. അങ്ങനെ ഇഫാൻ്റെ ടേൺ എത്തിയപ്പോൾ ഇഫാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് അവളുടെ ഒരു നിക് നെയിം ഈ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന് റിലേറ്റ് ചെയ്തിട്ട് ഒരു പേര് അവളുടെ അച്ഛൻ എപ്പോഴും അവളെ വിളിക്കും. കാരണം അവൾ ജനിച്ചത് തന്നെ ഈ ഒരു ഫസ്റ്റ് ഫ്രോസ്റ്റിൻ്റെ ടൈമിലാണെന്ന്. പിന്നീട് അങ്ങോട്ട് ഞാനും ഇവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അതും കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ടും ഭയങ്കര ശബ്ദത്തിലും ഇങ്ങനെ അവളെ ഇങ്ങനെ ഷെയിമാക്കിക്കൊണ്ട് എപ്പോഴും പിറകെ നടന്ന് ഷെയിമാക്കലും ഇവൻ്റെ ഒരു രീതിയായിരുന്നു. എന്നിട്ട് അതെല്ലാം ഇവിടെ ഇഫാൻ ഓർക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും, അവന് ആ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, എന്നെ പറ്റിയുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യങ്ങളും അവൻ ഇപ്പോഴും ഓർത്ത് വെക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. എന്നിട്ട് അവൾ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് ആ പെർഫ്യൂം അടിച്ചിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലോട്ടാണ് അവളുടെ ആ ബെസ്റ്റി വിളിക്കുന്നത്. ബെസ്റ്റിയും ഇവളെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. വിളിച്ച പാടെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പറയും, എല്ലാ പ്രാവശ്യത്തെ പോലെയും ഞാനല്ലേ നിന്നെ
ആദ്യമായിട്ട് വിഷ് ചെയ്തത് ഞാൻ 12 മണി ആകാൻ കാത്തു നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഈ ബെസ്റ്റ് പറയും നീ നാളെ ഫ്രീ ആണോ, നമുക്ക് എൻ്റെ വക ട്രീറ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇഫാൻ പറയും നാളെ ആക്കണ്ട, നീ ഇപ്പോൾ ഫ്രീ ആണോ, എനിക്കിപ്പോൾ നിന്നെ കാണണമെന്നും പറയുന്നു. എന്നിട്ട് നേരെ അവരൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. എന്നാൽ അവളെ ഇപ്പോഴത്തെ ഇങ്ങനെ വിളിച്ച സ്ഥിതിക്ക് ഈ ബെസ്റ്റിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ടെന്ന് അറിയാം. എന്നിട്ട് അവൾ ആ ഒരു കാര്യം ചോദിക്കുകയാണ്. അതിൽ ഇഫാന് ഭയങ്കര മടിച്ചുകൊണ്ട് പറയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് യാനെ ഇഷ്ടമാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞതും ഈ ബെസ്റ്റി അങ്ങോട്ട് അലമുറ ഇട്ടിട്ട് അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അത് കേട്ടതും ചുറ്റുമുള്ളവരെല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. അതിൽ ഇവൾ പതുക്കെ പറ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവളിങ്ങനെ ഒരു സംശയങ്ങൾ ചോദിക്കുന്നുമുണ്ട്. അതായത് ഇത് ഇവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ ഇവളുടെ ഒരു സജഷൻസും എല്ലാം എടുക്കുന്നുണ്ട്. അതിൽ ഈ ബെസ്റ്റി അവൾ ഒരുപാട് ഉപദേശിക്കുകയാണ്. അവളോട് അവളുടെ ആ ഒരു ഇഷ്ടമുണ്ടല്ലോ അത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിൽ ഇഫാനെ അവൾക്ക് നല്ല പേടിയുണ്ട്, പിന്നെ അത് എങ്ങനെ അവതരിപ്പിക്കുക എന്നൊരു ഐഡിയയുമില്ല എന്നൊക്കെ ഇങ്ങനെ അവളുടെ ആ ഒരു ടെൻഷനും ആദ്യവും എല്ലാം ഇവളുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. അതിൽ ബെസ്റ്റി അവളെ ഒരുപാട് മോട്ടിവേഷനും ഒരുപാട് അവളെ ഇങ്ങനെ പുകഴ്ത്തി നല്ല ഹൈപ്പ് കയറ്റുന്നുണ്ട്. അവൾ ലൈഫ് മുഴുവൻ തനിയായിരുന്നല്ലോ, അവളുടെ പ്രശ്നങ്ങളെല്ലാം അവൾ തനിച്ചാണല്ലോ എല്ലാം സോൾവ് ചെയ്തത്, അത്രയും ധൈര്യമുള്ള നീ ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ പേടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹൈപ്പ് കയറ്റിയാണ്. അങ്ങനെ അവൾ മോട്ടിവേറ്റ് ചെയ്ത് ഏകദേശം നല്ല ഉഷാറോടുകൂടി നല്ലൊരു സ്പിരിറ്റ് കയറിക്കൊണ്ടാണ് അവൾ ആ ഡിന്നർ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നത്. ഇപ്പോൾ എന്നെ കണ്ടാൽ അവൾ തുറന്ന് പറയും എന്ന ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ ഇവൾ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ റൂമിൻ്റെ അകത്താണ്, പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് ഇവൾക്ക് മനസ്സിലായി. പിന്നെ എന്ത് പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇവൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും, ഈ ഒരു ഗിഫ്റ്റ് തന്നതിന് ഒരു താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഇവൾ മറ്റൊരു മെസ്സേജ് കൊടുക്കും, അവൻ്റെ ബർത്ത്ഡേക്കും അവൾ ഒരു ഗിഫ്റ്റ് തരുമെന്ന്. എന്നാൽ ഇവളിങ്ങനെ ഒരു എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് എടുത്തിടുകയാണ്. അതിൽ പിടിച്ച് ഇവൻ കയറണം, അതാണ് ഇവളുടെ ലക്ഷ്യം. എന്നാൽ അവൻ അത് കേട്ടിട്ട് ജസ്റ്റ് എന്നൊരു മെസ്സേജ് മാത്രം. അത് കേട്ടതും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണല്ലോ വരുന്നത്. ഇവൾക്ക് അത് അങ്ങോട്ട് ദഹിച്ചില്ല. ഇത്രയും പറഞ്ഞിട്ടും ഇത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കാണിച്ചിട്ടും അവന് ജസ്റ്റ് ഒരു മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവൾ ആകെ ടെൻഷനായി ഇനി എന്ത് പറയുമെന്നും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഒരു മെസ്സേജ്. അവൻ്റെ ബർത്ത്ഡേക്ക് ഇനി 69 ദിവസം കൂടി ബാക്കിയുണ്ട് എന്നൊരു റിമൈൻഡറാണ് അവൻ അയക്കുന്നത്. ആക്ച്വലി ഇവനക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൾ ജസ്റ്റ് വളയുന്നുണ്ടെന്ന് എന്നൊക്കെ ഇവനക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇവളാണെങ്കിലോ അവൻ ആ ഒരു 69 ദിവസം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇങ്ങനെ അവൻ്റെ വോയിസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ അടുത്ത മെസ്സേജ് അയക്കും, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ബർത്ത്ഡേ ഇനി ഇത്ര ബാക്കിയുണ്ട് എന്ന റിമൈൻഡർ എന്ന രീതിയിൽ ഞാൻ അയക്കാമെന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഇവൾ ചോദിക്കും എന്തിനാ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്, അപ്പോൾ ഞാൻ തന്നെ അത് ഓർത്ത് തരുന്നതല്ലേ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നു. അതിൽ ഞാൻ അതിന് മറുപടി കൊടുക്കുന്നത് നീ ഒരുപാട് കാലമായിട്ട് പല രീതിയിലും എനിക്ക് ട്രീറ്റ് തരാം, അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്, പക്ഷേ ഇന്നേ വരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതും ഇനി എന്നെ പറഞ്ഞ് പറ്റിക്കുകയായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഇനി ലാസ്റ്റ് വെച്ചിട്ട് നീ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസും കൊണ്ട് വരണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിമൈൻഡർ തരുന്നത് എന്ന് പറയുന്നു. ആക്ച്വലി ഇവർ രണ്ടുപേരും ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ആകാതിരിക്കാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയാണ്. ഇവളുടെ ആ ഒരു മെസ്സേജിൻ്റെ റിപ്ലൈയുടെ ആ ഒരു ടോൺ അനുസരിച്ചിട്ടും ഇവൾക്ക് നല്ല ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇവൾ ട്രാക്കിൽ എത്തി എന്ന കാര്യം. അവനിക്കാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് അവനിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം സക്സസ് ആയതിൻ്റെ ഭയങ്കര സന്തോഷവുമുണ്ട്. ഇനി അടുത്ത ദിവസം ഇവിടെ ഇഫാന് അവളുടെ ആ ഒരു ഡെലിവറി കഴിഞ്ഞ ആ ഒരു കൊളീഗ് ഉണ്ടല്ലോ അവരുടെ കൂടെ ഒരു സ്പായിലോട്ട് പോവുകയാണ്. അവരിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവളുടെ പെർഫ്യൂം അവന് കൊടുത്ത ആ പെർഫ്യൂമാണ് പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫ്രണ്ടിന് ആ ഒരു സ്മെല്ല് കിട്ടിയിട്ട് പറയും നല്ല പെർഫ്യൂം ഇത് ഏതാ എന്നൊക്കെ ചോദിക്കുന്നു. അതിൽ അവൾ ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു പെർഫ്യൂമിനെ പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അതിൻ്റെ സ്മെല്ലിൻ്റെ ഫ്ലേവറും എല്ലാ കാര്യങ്ങളും. എന്നാൽ ഇവളുടെ മുഖത്തുള്ള ഈ പ്രകാശം കണ്ടിട്ട് ഈ ഫ്രണ്ട് ചോദിക്കും എന്താ നിനക്ക് ഇത്ര സന്തോഷം, നിനക്ക് വല്ല ലവും സെറ്റായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് യെസ് എന്ന രീതിയിൽ മറുപടി പറയുന്നു. അത് കേട്ടതും ഈ ഫ്രണ്ടും ആകെ ഞെട്ടിത്തരിക്കും. അങ്ങനെ ഒരു റിപ്ലൈ അവൾക്ക് പ്രതീക്ഷിച്ചതേയില്ല, ജസ്റ്റ് വെറുതെ ചോദിച്ചതായിരുന്നു. അങ്ങനെ സ്പാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ വീണ്ടും സംസാരിക്കുമ്പോൾ ഇഫാൻ പറയും അവളുടെ റൂംമേറ്റ് തന്നെയാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ എന്ന് പറയുന്നു. അതിൽ ഈ ഫ്രണ്ടിനെ അറിയാം ആക്ച്വലി ഇവന് പണ്ട് ഇവരുടെ ഫ്ലാറ്റ് കത്തിയ ഒരു സമയത്ത് ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ ഇവൾ പോയിട്ടുണ്ടല്ലോ, അവനാണെന്ന് അറിഞ്ഞാൽ ഇവൾക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം ഭയങ്കര റിച്ചാണ്, ഭയങ്കര കാണാനും നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇവൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അന്ന് രാത്രി ഇവിടെ യാന് പതിവിലേറെ ഒരുപാട് വർക്കുണ്ട് ഓഫീസിൽ, രാത്രിയൊക്കെ മീറ്റിങ്ങും എല്ലാം നടക്കുകയാണ്. എന്നാൽ അവൻ ആ തിരക്കിട്ട തിരക്കിൽ ഇവിടെ ഇഫാന് മെസ്സേജ് അയക്കും അവൻ ഇന്ന് വരാൻ നല്ല ലേറ്റ് ആകുമെന്ന്.
അതിവിടെ ഇഫാൻ കാണുകയും പക്ഷേ ഇഫാൻ അതിനെന്ത് മറുപടി കൊടുക്കണമെന്നറിയില്ല. സാധാരണ അവളൊരു ഓക്കെയാണ് അയക്കാറ്, എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെ പറ്റില്ലല്ലോ. എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണം, അവനെ പരിധിയിലോട്ട് കൊണ്ടുവരിക എന്നൊരു മിഷനും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ് എങ്ങനെ ഒരാളെ വളക്കാനുള്ള മെസ്സേജ് ചെയ്യുക എന്നൊക്കെ. അങ്ങനെ നോക്കി നോക്കി അവൾ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. ഞാനാണെങ്കിലോ അവൻ്റെ മീറ്റിംഗ് ഒന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഏകദേശം അന്നത്തെ 12 മണി കഴിഞ്ഞതും ഇവൻ അപ്പോൾ തന്നെ അവൻ്റെ ആ ബർത്ത്ഡേൻ്റെ അടുത്ത റിമൈൻഡർ കൊടുക്കും. അതായത് ഇന്നലെ 69 ആയിരുന്നെങ്കിൽ ഇനി 68 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. എന്നാൽ ഈ ഉറങ്ങിക്കിടന്ന ഇഫാന് പെട്ടെന്ന് ഈ ഒരു സൗണ്ട് കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയും ഇവൻ്റെ മെസ്സേജാണെന്ന് കണ്ട് അവൾ ഭയങ്കര സന്തോഷമാവുകയും പിന്നെ അങ്ങോട്ട് അവർ വീണ്ടും ആ ഒരു ചാറ്റിങ് തുടങ്ങിയാണ്. ഇവളാണെങ്കിലോ അവൾ പിന്നെ ഇവൻ്റെ ഓരോ റിപ്ലൈക്കും വേണ്ടിയിട്ട് അത്രയധികം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ തിരക്കിലായതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇവൾ ഭയങ്കര ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇവനിങ്ങനെ കാര്യപ്പെട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അവൻ്റെ വർക്കിലും അവൻ്റെ ആ ഒരു കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ. അതൊക്കെ കണ്ട ഹോൻ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട്. ഹോനാണെങ്കിൽ ഇവനിങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത് എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നൊക്കെയുണ്ട്. അതിൽ അവനെ ഓടിക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുത്ത മെസ്സേജ് അയക്കും. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. എൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ അതെല്ലാം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിച്ചിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ സമ്മതമില്ലാതെ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയും. അത് കേട്ടതും ഇവിടെ ഇഫാൻ അവളെയാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകും. അതായത് ഇവൾ ആ ഉറക്കത്തിൽ നടക്കുന്ന സമയത്ത് ഇവനെ ഭയങ്കരമായിട്ട് ഹഗ് ചെയ്യുന്നു. പിന്നെ ഇവൻ്റെ ഫസ്റ്റ് കിസ് അത് ഇവളിങ്ങനെ ഈ ഒരു സമയത്ത് ചെയ്യുന്നു. അതൊക്കെയാണ് ഇവന് ഉദ്ദേശിച്ചതെന്ന് ഇവൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ഇവന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഷെയിമാകും. കാരണം ഇവന് ആ കാര്യങ്ങളാണ് സൂക്ഷിച്ച് വെച്ചതെന്നും അത് തട്ടിയെടുത്തത് ഇവളാണ് എന്നുള്ള കാര്യമാണല്ലോ അവൻ പറയുന്നത്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും അവരുടെ ആ ഒരു ഹാപ്പിനെസ്സും എല്ലാം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. ഇനി അടുത്ത എപ്പിസോഡിൽ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെയായി എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.